ബേസിക്കലി നമ്മുടെ അനുബന്ധമായിട്ട് സാഹചര്യാനുബന്ധമായിട്ടും നമ്മുടെ ചുറ്റുപാടുകൾ, അതുകൂടാതെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ മെമ്മറീസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മാനസികമായിട്ടും ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ആക്ച്വലി സ്ട്രെസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഒരാള് ഒരു രാവിലെ എഴുന്നേൽക്കുന്നത് തുടങ്ങിയിട്ട് രാത്രി ഉറങ്ങുന്ന വരെയുള്ള കാലയളവില് ആളുടെ ആളുടെ അനുഭവ സംബന്ധമായിട്ട് എന്തൊക്കെ ഉണ്ടാവുന്നോ അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ഉള്ളിലുണ്ടാക്കുന്ന മാറ്റങ്ങളും അതിന്റെ പ്രതിഫലനവുമാണ് ആക്ച്വലി സ്ട്രെസ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ച പോലെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുണ്ടാവുന്ന ശരീര അതുകൊണ്ടുണ്ടാവുന്ന ഉള്ളിലുണ്ടാവുന്ന ഒരു മാറ്റങ്ങളും കാര്യങ്ങളാണ്. എന്നാൽ നേരെ മറിച്ചിട്ട് ആങ്സൈറ്റി ലിറ്ററലി ട്രാൻസ്ലേറ്റ് ടു അല്ലെങ്കിൽ ഒരു ഡയഗ്നോസബിൾ ആയിട്ടുള്ള ഒരു എൻസൈറ്റിയാണ്. അതായത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈറ്റിയാണ് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാറ്റഗറിക്കലായിട്ട് നമുക്ക് ഇന്ന സിംറ്റംസ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അതായത് ഉത്കണ്ഠ എന്നാണ് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലേമാൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ജനറൽ പബ്ലിക്കിന്റെ ഇടയിൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നെ നമുക്ക് ചെറിയ അസ്വസ്ഥ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാക്കും, അതെല്ലാം ആങ്സൈറ്റി ആണ്. പക്ഷേ ഒരു ഡയഗ്നോസബിൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമുക്ക് അതായത് നമുക്ക് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രെസ്, അതുകൂടാതെ തന്നെ അത് ശാരീരികമായിട്ടുള്ള പ്രതിഫലനം, അതായത് ഫിസിക്കലായിട്ട് ഉണ്ടാവുന്ന മാനിഫെസ്റ്റേഷൻസ്, അതുകൂടാതെ തന്നെ അത് നമ്മുടെ മുന്നോട്ട് എങ്ങനെ കാണുന്നു എന്നുണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ് ബേസിക്കലി ആങ്സൈറ്റി. അത് അതിന്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് മിക്കവാറും. അല്ലാതെ ടെൻഷൻ എന്ന് പറയുന്നത് മോട്ടോർ മാനിഫെസ്റ്റേഷൻ അല്ല, ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ടെൻഷൻ. സ്ട്രെസ്സിന്റെ കാരണങ്ങളിലേക്ക് വരാം. ഇപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഇറ്റ് ഇസ് ലിറ്ററലി നമ്മുടെ ദൈനംദിന ജീവിത സംബന്ധമായിട്ട് എൻവിറോൺമെന്റലായിട്ട് ഉണ്ടാവുന്ന പല കാര്യങ്ങളും നമുക്ക് സ്ട്രെസ്ഫുൾ ആവാം. എന്തുകൊണ്ട് ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ബാക്കി ആൾക്കാർക്ക് സ്ട്രെസ്ഫുൾ ആവുന്നില്ല? അപ്പൊ അതിന് വലിയൊരു ജനിതകമായിട്ടുള്ള കമ്പോണന്റ് ഉണ്ടാകും. ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. അതായത് ആങ്സൈറ്റി സിംറ്റംസ് ക്യാൻ റൺ ഇൻ ഫാമിലീസ്. അപ്പോ എല്ലാവരും ഒരേ പരീക്ഷ എഴുതുകയുണ്ടായി, പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രതിഫലനം അല്ലെങ്കിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഈക്വലി അല്ല. അപ്പോ ബേസിക്കലി നമ്മൾ വളർന്നു വരുന്ന ജനിതകമായിട്ടുള്ള കമ്പോണന്റ് വളരെ വലിയൊരു ഭാഗമാണ്. അതുകൂടാതെ തന്നെ വളർന്നു വരുന്ന സാഹചര്യം. അപ്പൊ നമ്മൾ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നുള്ള വലിയൊരു ഭാഗം. അതായത് ഇപ്പൊ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന പല രീതിയിലാണ്. അതായത് ഇതിനു മുമ്പ് ഇതേ ഒരു പ്രശ്നത്തിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ അതങ്ങനെ തരണം ചെയ്തു. അതുകൂടാതെ തന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ വേറെ കുടുംബാംഗങ്ങളായിരിക്കാം, എങ്ങനെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു എന്നുള്ള കാര്യം. അത് നമുക്ക്, അതായത് ബേസിക്കലി നമ്മള് ബിഹേവിയർ കണ്ടീഷനിങ്, അപ്പൊ നമ്മൾ എങ്ങനെ അത് പഠിച്ചു എന്നുള്ളത്. അതേപോലെ തന്നെ സ്ട്രെസ് അതിന് മുന്നോടിയായിട്ട് പിന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു തന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഇതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിന്റെ ഭാഗമായിരിക്കും നമ്മൾ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിച്ചു എന്നുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ അതും ഡിഫറെന്റ് ആക്കും ഓരോരുത്തരും നമ്മൾ. അപ്പൊ അതാണ് ആക്ച്വലി ഓരോ ആൾക്കാരിലും സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന പ്രതിഫലനം വളരെയധികം ഡിഫറെന്റ് ആവുന്നത്. Some people handle stress better, some people do not. സ്ട്രെസ് പല ആൾക്കാരിലും പല പല രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് തന്നെ ഇറ്റ് കുഡ് ബി ആസ് സിമ്പിൾ as ഉറക്കക്കുറവ് അല്ലെങ്കിൽ സ്ലീപ്ലെസ്. അപ്പൊ സാധാരണ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. നാളെ ഇപ്പൊ വലിയൊരു കാര്യത്തിനോട് വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ സാധാരണക്കാളും കുറച്ച് കൂടുതലായിട്ട് വൈകാം. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും അറ്റം എന്നുള്ള രീതിയിൽ അതായത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്, അതായത് ഒരു കാര്യം ഓർമ്മയില്ലാത്ത പോലെ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയും പരീക്ഷ എഴുതാൻ നിൽക്കുന്ന അവസരത്തിൽ ഒരു സാധനം ഇതുവരെ പഠിച്ച ഒരു സാധനം ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ സ്ട്രെസ് ബേസിക്കലി ക്യാൻ മാനിഫെസ്റ്റ് എ ലോട്ട് ഓഫ് സെൻസ്. ഇപ്പൊ ക്ലിനിക്കലി ഡയഗ്നോസിബിൾ ആയിട്ടുള്ള ആങ്സൈറ്റി സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ ആക്ച്വലി ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി പെർസിസ്റ്റന്റ് ഫീലിംഗ് ഓൺ ദ എഡ്ജ്, അതായത് എപ്പോഴും ഒരു മുൾമുനയിൽ നിൽക്കുന്ന പോലെ. അതുകൂടാതെ തന്നെ മോട്ടോർ ആയിട്ടുള്ള സിംറ്റംസ്, അതായത് ഹൃദയമെടുപ്പ്, വളരെയധികം വയറ് കാളുന്ന പോലെ, അതായത് ഇപ്പൊ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്ന പോലെ, അതേപോലെ തന്നെ ഡയഫ്രോസിസ്, അതായത് ഭയങ്കരമായിട്ട് വിയർക്കുക, നെഞ്ചെടുപ്പ് കൂടുക, കൈകാൽ വിറയല്, ഇരുടാവുന്ന പോലെ, ഇങ്ങനത്തെ അധികം സിംറ്റംസും ഉണ്ടാവാം ആങ്സൈറ്റി അനുബന്ധമായിട്ട്. എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാവാം, സ്ട്രെസ് എപ്പോഴും മോശമാണോ? ഇപ്പൊ ഒരു സ്റ്റുഡന്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 6 month ടേം അല്ലെങ്കിൽ 1 year ടേം ഉണ്ടാവുന്ന സമയത്ത് നമ്മളിപ്പോ പരീക്ഷ എഴുതുന്നത് എന്നും നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്.
എന്നിരുന്നാലും ആദ്യമേ പഠിച്ചു തുടങ്ങുന്നില്ല. എപ്പോഴായിരിക്കും പഠിച്ചു തുടങ്ങുക? ചിലപ്പോൾ ഒരു 6 മാസം മുമ്പായിരിക്കും, പോട്ടെ ഒരു 3 മാസം മുമ്പായിരിക്കും. പക്ഷെ ആ പഠിച്ചു തുടങ്ങുന്ന കാലയളവിൽ നമ്മുടെ അവസാനത്തെ ഒരു മാസം പഠിക്കുന്ന അത്രയും സ്പീഡ് കിട്ടും. വാട്ട് ആക്ച്വലി മേക്സ് എ ഡിഫറൻസ്? എന്താണ് ആ മാറ്റം ഉണ്ടാക്കുന്നത്? ബേസിക്കലി നമ്മുടെ ഡേറ്റ് അടുക്കും തോറും നമ്മളിൽ ഉണ്ടാവുന്ന ഉത്കണ്ഠയാണ് നമ്മുടെ പെർഫോമൻസ് കിട്ടുന്നത്. ബേസിക്കലി ഒരു സ്ട്രെസ് പെർഫോമൻസ് കർവ് എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഹാപ്പൻസ് ലൈക്ക് ഒരു ഫിസിക്കൽ റേസ് ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ലിറ്ററലി കുറെ കൂടി നന്നായി ചെയ്യാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇഫ് യു ആർ ഗീവൺ എ വെരി ലോങ് ടൈം ലൈൻ, വലിയൊരു സമയ കാലയളവ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു തീർക്കാനുള്ള സാധ്യതയും വളരെയധികം എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കൂടി ഇപ്പൊ ഈ അവസാനത്തെ ഒരു മാസം പഠിക്കുന്നത്, പിന്നെ ഒരു അവസാനത്തെ 2 ആഴ്ച എത്തുമ്പോൾ പിന്നെയും പഠനം, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ്. അപ്പൊ ആദ്യം ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഒരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 ആഴ്ച എത്തുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു 4-5 ചാപ്റ്റർ തീർക്കാൻ പറ്റുന്നുണ്ടാവും. അവസാനത്തെ ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ അതിനും സ്പീഡ് വയ്ക്കും. പക്ഷെ അവസാനത്തെ ആ ഒരു കാലയളവ് എത്തുന്ന സമയത്ത് ഈ പഠിച്ചൊന്നും, അതാണ് ആ സ്ട്രെസ്, ആ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് പ്ലാറ്റോ ചെയ്യും. അതായത് പിന്നെ കൂടുന്നില്ല അതിന്റെ അപ്പുറത്തേക്ക്. പക്ഷെ അവസാനത്തെ ഒരു 24-48 hours എടുക്കുക ചില ആൾക്കാർ ലിറ്ററലി ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ ഇനി ഒന്നും തലയിൽ കയറുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു സാധനം, അതായത് ആ പെർഫോമൻസ് കുറയുന്ന ഒരു കാലയളവ് ഉണ്ടാവും. അപ്പൊ ഇത് വെറും വളരെ ടെമ്പററി ആണ് നമ്മളെ എക്സാം സംബന്ധമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. പക്ഷെ ഈ ഒരു സിംറ്റം, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കുറയും, അതേപോലെ തന്നെ എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന അവസ്ഥയിൽ തുടരെ, അതായത് ചില ആളുകളിൽ അത് 6 മാസം തൊട്ട് 1 വർഷം കാലയളവ് വരെ തുടർച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെയധികം മുൻനിരയിൽ നിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു കാലയളവ് വരുന്ന അവസരത്തിലാണ് അതിനോടനുബന്ധമായിട്ടുള്ള ഹെൽപ്പ് വേണം എന്ന് പറയാം. അതുകൂടാതെ തന്നെ നമ്മുടെ പെർഫോമൻസിനെ അത് മോശമായിട്ട് ബാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഹിൻഡേഴ്സ് യുവർ പെർഫോമൻസ്, യു ഡെഫിനറ്റ്ലി നീഡ് ഹെൽപ്പ്. ഇനി കൈൻഡ് ഒരാള് ഒരു സ്ട്രെസ് അനുബന്ധമായിട്ടുള്ള പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കുകയും അതിനോടനുബന്ധമായിട്ടുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നം കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെയാണ് കാണേണ്ടത്. അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർ മെന്റൽ ഹെൽത്ത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്, ദർ മൈറ്റ് ബി തെറപ്പിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലിറ്ററലി വിച്ച് വുഡ് ബി യുവർ പ്രൈമറി സോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് വേണ്ടത്. അതിനോടനുബന്ധമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തതയും കാര്യങ്ങളും ചിലപ്പോൾ ആ ആൾക്ക് തരാൻ പറ്റുന്നുണ്ടാവാം. ബേസിക്കലി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നമുക്കൊരു കോപ്പിംഗ് സ്ട്രാറ്റജി, നമ്മൾ പല കാരണങ്ങളാൽ നമ്മുടെ ജനിതക സാഹചര്യങ്ങൾ സംബന്ധമായിട്ട് നമ്മൾ ആൾക്കാരെ പഠിപ്പിച്ചു തന്നതിന്റെ ഭാഗമായിട്ട്, നമ്മൾ ഇതിനു മുമ്പ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്തതിന്റെ ഭാഗമായിട്ട്, അതുകൂടാതെ തന്നെ നമ്മളിപ്പോ വായിച്ചിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇതേ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോകളിൽ നിന്നുള്ള അറിവ്, പകർന്നു തന്ന അറിവുകളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ബേസിക് കോപ്പിംഗ് സ്ട്രാറ്റജി. ഇപ്പൊ ആ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി ഇപ്പൊ 2 രീതിയിലാവാം. പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആവാം, നെഗറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കാം. അപ്പൊ തെറ്റായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസിലുള്ള ഉന്മൂലനം ചെയ്യുക, അതുപോലെ തന്നെ അതിന് വ്യക്തമായിട്ടും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. അപ്പൊ ഹൗ ടു ഡു ദാറ്റ്? അപ്പൊ ബേസിക്കലി കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തെറപ്പിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ സഹായം ചോദിക്കുകയും ചെയ്യാം. അപ്പൊ അതായിരിക്കും ഒരു അത്. പിന്നെ നമ്മുടെ പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വ്യക്തമായിട്ടും കാര്യമായിട്ടും നമുക്ക് അറിയുന്ന രീതിയിലുള്ള പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതും നമ്മളിപ്പോ അപ്പോ ഒരു ഒരു ഇവാലുവേഷൻ ഒന്നും നല്ലതാണ്. അതായത് എന്തായിരിക്കും ഈ ഒരു അവസരത്തിൽ തെറ്റ് വരുന്നത്, വ്യക്തമായിട്ട് അതിൽ എന്തായിരിക്കും മാറ്റം വരുത്തേണ്ടത്. അപ്പോ എപ്പോഴും ഇത് പല അവസരങ്ങളിലും ഒരേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെയിം എഫക്റ്റോ അല്ലെങ്കിൽ സെയിം റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ എന്തായിരിക്കും അതിൽ മാറ്റം ഉണ്ടാക്കേണ്ടത്? ആ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞു തരുന്ന അവസരത്തിലായിരിക്കും അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട്, അത് വ്യക്തമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയാൻ കാരണം. അപ്പോ ഞാൻ സ്ട്രെസ് പറയുന്ന അവസരത്തിലും, സ്ട്രെസ് മാനേജ്മെന്റ് പറയുന്ന അവസരത്തിലും, അതേപോലെ തന്നെ നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസും പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ഇമീഡിയറ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും തയ്യാറായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു പോസിബിൾ ഔട്ട്കം, അല്ലെങ്കിൽ ഔട്ട്കം ബെറ്റർ ആക്കുന്ന ഒരു പോസിബിലിറ്റി അതാണ്. അപ്പൊ അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ബീങ് മെന്റലി ഫിറ്റ്, ഇറ്റ് ഇസ് മോർ അബൌട്ട് ബീങ് ഫിസിക്കലി ഫിറ്റ് ടു. അപ്പോൾ എക്സസൈസ് പ്ലേസ് എ വെരി ഡെഫിനറ്റ് റോൾ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള വ്യായാമം, ഒരു ഡെയിലി റൂട്ടീന്റെ ഭാഗമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വ്യായാമം ആക്ച്വലി നമ്മുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുകയും അതുകൂടാതെ തന്നെ നമ്മൾ കുറേ കൂടി പ്രിപ്പയർഡ് ആവാം. ഒരു അഡ്വേഴ്സ് ഔട്ട്കം അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വ്യക്തമായിട്ടും നമ്മൾ കുറേ കൂടി പ്രിപ്പയർഡ് ആവുന്നത് നമ്മുടെ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും, അതേപോലെ തന്നെ അസ്വസ്ഥതകൾ നമ്മൾ ഉന്മൂലനം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കൂടുതലായിട്ട്
വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളുടെ അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ഒരാളോ വളരെയധികം ഏഹ്, ഒരു ബുദ്ധിമുട്ട് കൂടെ പോകുന്ന അവസരത്തില്, കാരണം എപ്പോഴും ആങ്സൈറ്റിന്റെ ഒരു പ്രശ്നം, എപ്പോഴും അത് അനുഭവിക്കുന്ന ആൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് അറിയാം, അതിന് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത സാഹചര്യമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ചെറിയ ചെറിയ സിംറ്റംസ് ആയിരിക്കും. എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചെറിയ ഉറക്കക്കുറവ് മാത്രമായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് നമ്മളിങ്ങനെ വ്യക്തമായിട്ട് നമ്മുടെ ചിന്തയിൽ ആഴുന്ന പോലെ, അതേപോലെ തന്നെ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട പോലെ. അപ്പൊ ഉത്കണ്ഠയുടെ വലിയൊരു സിംറ്റം ആക്ച്വലി ഏകാഗ്രത നഷ്ടമായി, അറ്റൻഷനും കോൺസെൻട്രേഷനും ഇമ്പയർഡ് ആയി പോവാണ്. അതായത് ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഒരു ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. പല കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര ഈസിലി ഡിസ്ട്രാക്ട് ആയി പോകും. ഇങ്ങനെയൊക്കെ ചെറിയ തോതിലുള്ള ഉത്കണ്ഠാനുബന്ധമായിട്ടുള്ള സിംറ്റംസ് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ സമാധാനിപ്പിക്കുക. അതായത് ഈ ഒരു കാലയളവിൽ, അതായത് ഇപ്പൊ ഈ 21st സെഞ്ചുറിയിൽ വരുന്ന ഒരു കാലയളവിൽ വ്യക്തമായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ചികിത്സ, ഭയങ്കര ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയും കാര്യങ്ങളും അതിനുണ്ട്. അപ്പൊ ഹെൽപ്പ് എടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഇത്രയധികം ഇൻഫർമേഷൻ ഡെസിമേറ്റ് ചെയ്യുന്ന കുറെ വെബ്സൈറ്റ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും സ്ട്രെസ് മാനേജ്മെന്റ് ആയിട്ടുള്ള പല, അതായത് എന്താണ്, ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തായാലും ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പൊ അതും ഇപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള എന്താണ് റിലാക്സേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് വീഡിയോസ് ഉണ്ട്. ഇപ്പൊ JPMR എന്ന് പറഞ്ഞ ജേക്കബ്സൺ പ്രോക്സിമൽ റിലാക്സേഷൻ, അങ്ങനത്തെ റിലാക്സേഷൻ ട്രെയിനിങ്സ് ഉണ്ട്. ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും അതും യൂസ് ചെയ്യാൻ പറ്റും.